ആ ഹരി, എങ്ങോട്ടാ പ്രശാന്തര രാവിലെ ചാക്കൊക്കെ ആയിട്ട്? അരി വാങ്ങാനായിരിക്കും. നീ വിലയാ? ഞാൻ സപ്ലൈകോയിൽ പോയി 25 രൂപയ്ക്ക് അരി വാങ്ങും. ഫസ്റ്റ് കിട്ടിയത് തന്നെ. ഈ സപ്ലൈകോയിൽ കിട്ടിയില്ലെങ്കിൽ റേഷൻ കാർഡുണ്ട്, റേഷൻ കടയിൽ പോയി അരി വാങ്ങും. ചേട്ടാ, റേഷൻ കടയിൽ പോയി നിങ്ങൾ എത്ര കാശ് കൊടുത്താലും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളതല്ലേ കിട്ടൂ. ഓ, നെഗറ്റീവ് പറയാതെ അരി, കഞ്ഞി കുടിച്ച് ജീവിച്ചു പോട്ടറാ. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഈ അരി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ സബ്സിഡി അരി ഉണ്ടോ? സബ്സിഡി അരി ഏതൊക്കെയാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത്? അരി ജേരി ഉണ്ട്, ചമ്പാവരി, പച്ചരി. ജേരി 25 രൂപ, ചമ്പാവരി 24, പച്ചരി 23. ഒരാൾക്ക് എത്ര കിലോ കിട്ടും? ഒരു മാസം 10 കിലോ അരി കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 10 കിലോ അരി ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും? ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഇല്ല, തീർന്നു പോയി. ഉടനെ എത്തും. ഒന്നുമില്ല, ജേരിയും പച്ചരി ഇല്ല, മൂന്നുമില്ല. എന്താണ് കുറച്ച് ദിവസമായിട്ടില്ല? എത്ര നാളായിട്ടില്ല? ഇപ്പോൾ ഒരാഴ്ച. ഇപ്പം നമുക്ക് ലഭിക്കുന്നത് എങ്ങനത്തെ അരിയാണ്? ഇവിടെ ഉള്ള വാങ്ങാൻ കിട്ടിയ ഏത് അരിയായി? സപ്ലൈക്കോടെ ശബരി ജയ അതുണ്ട്. 10 കിലോ 535. സബ്സിഡി അരിയും ഇത് തമ്മിൽ 250 രൂപയുടെ വ്യത്യാസം വരും അല്ലേ? 250 കൂടുതൽ. കേട്ടില്ലേ, സപ്ലൈകോയിലും സബ്സിഡി അരിയില്ല. അരിവില കൂടിയത് കൊണ്ടാണ് വില കുറച്ച് അരി വാങ്ങുന്നതിനായി സപ്ലൈകോയിലെത്തിയത്. അരി വിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്, അരിച്ചാക്കുകളൊന്നുമില്ല. അപ്പോൾ ഇനി വില കുറച്ച് അരി വാങ്ങാനായി റേഷൻ കട തന്നെ ശരണം. ആ ചേട്ടാ, അരിവില അങ്ങ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സപ്ലൈകോയിൽ പോയിരുന്നു. സബ്സിഡി അരിയില്ല, കുറേ നാളായിട്ട് പലവഞ്ഞനല്ലേ, ഇപ്പോൾ സബ്സിഡി അരിയില്ല. നമുക്കിവിടെ റേഷൻ കടയിൽ അരിയുണ്ട്. ഏത് കാർഡാ? വെള്ളക്കാരനാണെങ്കിൽ 6 കിലോ അരിയുണ്ട്, 10 രൂപ 90 പൈസ. ഏതരി വേണം വാങ്ങിക്കാം. പുഴുകലരി വാങ്ങിക്കാം, ചമ്പാവരി വാങ്ങിക്കാം, പച്ചരി വാങ്ങിക്കാം. മറ്റേ അല്ലാതെ നീല കാർഡുണ്ട്, അതിനാണെങ്കിൽ 4 രൂപ ഒരു അംഗത്തിനാണ് 4 രൂപ. ഒരംഗത്തിന് 1 കിലോയ്ക്ക് 4 രൂപ വെച്ച്. അതിന് പുറമെ അവർക്ക് ഇപ്പോൾ സ്പെഷ്യലുണ്ട്. വെള്ളക്കാടിന് സ്പെഷ്യൽ ഇല്ല, വെള്ളക്കെന്ന് പറഞ്ഞാൽ പൊതുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കാർഡിലുള്ള 6 കിലോ അങ്ങ് വാങ്ങിക്കാം. ഇപ്പോൾ വരുന്ന അരി നല്ല അരിയാണ്, നല്ല ക്വാളിറ്റിയുള്ള അരി വരണക്കൊണ്ട് ആൾക്കാർക്കെല്ലാം മേടിക്കുന്നുണ്ട്. വാങ്ങാതിരുന്ന പൊതുവാതിരുന്ന വെള്ളക്കാട് വരെ ഇപ്പോൾ ഒന്ന് അരി വാങ്ങുന്നുണ്ട്. അത് നേരിട്ട് ആളുകളുടെ ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ, പുള്ളിക്കാരന് എൻ്റെ കാർഡ് ഉടമയാണ്, ഇപ്പോൾ വീണ്ടും അരി തികയാത്തോണ്ട് വന്നതാണ്. റേഷൻ അരിയാണ് വേറെ കുറവുകൊണ്ട് ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞത്. ആവശ്യത്തിന് കുറേ ചിട്ടകി പുറത്തുനിന്നും അരി വാങ്ങിക്കുന്നുണ്ട്. അവിടെ 55 രൂപ കിലോ കിലോയൊക്കെ അരി. ഇപ്പോഴത്തെ 6 കിലോ അരിക്ക് 66 രൂപ. 6 കിലോയെങ്കിൽ 6 കിലോ, അത്രയും ചിലവ് കുറയല്ലോ. ഏതായാലും റേഷൻ കടയിലും രക്ഷയില്ല. കിട്ടിക്കൊണ്ടിരുന്ന അരിവിഹിതം കുറഞ്ഞതിനാൽ ഉയർന്ന വില കൊടുത്ത് പൊതുവിപണിയിൽ നിന്ന് അരി വാങ്ങേണ്ട അവസ്ഥ തന്നെയാണ്. കീശ കാലിയാകുമെന്ന് ഉറപ്പ്. ക്യാമറാമാൻ പ്രവീൺ ദാസിനും സജികുമാറിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.